ഈ പരാതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് കൂടി അവർ പറയുന്നുണ്ട്. അല്ലമീൻ, അതായത് ഒരു പരാതി ഔദ്യോഗികമായി തന്നില്ലെങ്കിലും ഇങ്ങനെയൊരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നു എന്ന് കണ്ടുകൊണ്ട് കേസെടുക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊരു പരാതി വേണം എന്ന് പറയുന്നത് കേട്ടതുകൊണ്ടാണ്, എന്നാൽ എൻ്റെ പരാതി ഇല്ലാത്തത് കൊണ്ട് അന്വേഷണം നടക്കാതിരിക്കേണ്ട, ഇതിൽ അന്വേഷണം നടക്കണം എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ആ നടി എത്തി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലമീൻ, ആ പരാതി മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ? അതുതന്നെയാണ് ആസ് ഇൻസ്റ്റിറ്റഡ് ബൈ ദ അതുതന്നെയാണ് സുജയ പറയുന്നത്. ഏതായാലും ഈ വകുപ്പുകൾ നിഷ്കർഷിക്കും വിധം ഒരു നടപടിയിലേക്ക് പോകണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് ഈ പരാതിയിൽ. IPC 354 B വകുപ്പുകൾ പ്രകാരം രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് അവർ പറയുന്നത്. കൊൽക്കത്തയിലായതുകൊണ്ട് തന്നെ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനൊക്കെ തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വൈകലുണ്ടായത് എന്ന് മാത്രമല്ല, എന്നാൽ പോലും ഇമെയിൽ വഴി ഈ പരാതി താൻ അയക്കുകയാണ്, അതിനെ ആ അർത്ഥത്തിൽ പരിഗണിച്ച് നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ നടി എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലൂടെയും തൻ്റെ ദുരനുഭവം അല്ലെങ്കിൽ തൻ്റെ ഈ പറഞ്ഞ കൈപ്പേറിയ അനുഭവം പങ്കുവെച്ചതാണ്. പക്ഷേ എന്നിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല. രേഖാമൂലം പരാതി വന്നാൽ നടപടി എന്നൊരു നിലപാടായിരുന്നു സർക്കാരും സ്വീകരിച്ചിരുന്നത്. ഏതായാലും രേഖാമൂലം പരാതി ആ ഒരു സാഹചര്യത്തിൽ ബംഗാളി നടി പോലീസിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് എന്ത് നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായും ഇന്നലെ ആരോപണം നിഷേധിച്ച് രഞ്ജിത്ത് വന്നിട്ടുണ്ട്. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാകട്ടെ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെളിവുകൾ പക്ഷേ നടിക്ക് ഹാജരാക്കാനുണ്ടാവില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായി ജോഷി ജോസഫിൻ്റെ ഒരു സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ തനിക്കുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ച ജോഷി ജോസഫിനോട് താൻ വിശദീകരിച്ചതാണ്, കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. മടങ്ങിപ്പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ സഹായം താൻ തേടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ സംഭവ വികാസങ്ങൾ അന്ന് തന്നെ മറ്റൊരാളെ അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ സാക്ഷിമൊഴിയായിട്ട് പോലീസിന് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മറ്റു തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ കൂടി ഈ കേസ് തേഞ്ഞുമാഞ്ഞ് പോകുമെന്ന് കരുതുക വയ്യ. അങ്ങനെ തേഞ്ഞുമാഞ്ഞ് പോകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ജോഷി ജോസഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യ തെളിവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ കൃത്യമായൊരു സാക്ഷി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അങ്ങനെ ഒരാളെ കൂടി ഈ പരാതിയിൽ ഈ നടി പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതിനോടൊപ്പം ഈ കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ ജോഷി ജോസഫിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം എന്ത് നടപടി പോലീസ് സ്വീകരിക്കുമെന്നുള്ളത് മാത്രമാണ് സുജയ ഇനി കണ്ടറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുമോ അന്വേഷിക്കുമോ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറി അവർ ഈ കേസ് അന്വേഷിക്കുമോ എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഒരു പരാതി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പരാതി അവർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. തനിക്ക് നേരെ ഉണ്ടായത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പരാതി നടി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികൾക്കായി ഈ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് സ്വാഭാവികമായും സംഭവിക്കേണ്ട നടപടിക്രമം.